എൻ്റെ ചാനൽ പോയി സപ്പോർട്ട് ചെയ്യാവോ? അവര് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പെട്ടെന്നൊരു ഡേ ഒരു കാരണവും ഇല്ലാതെ ചാനൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. എന്നാൽ എൻ്റെ ചാനൽ പോയി. ഇതുപോലൊരു മെയിൽ വന്നു, എൻ്റെ ചാനൽ ഡിലീറ്റ് ആയി പോയി. എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ 3 മാസം ആയിട്ടുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. എനിക്ക് 442 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കണ്ടന്റ്സ് എല്ലാം ജെന്യൂൻ ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം ചാനൽ ഇല്ല, ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. മെയിൽ ചെക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് ഇങ്ങനൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു മെയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിന്റെ പോളിസി എല്ലാം വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ചാനൽ യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സഹായം ചോദിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്ത് മിസ്റ്റേക്കാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനി ഒരു സ്ട്രൈക്കോ കോപ്പിറൈറ്റോ വന്നാൽ തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അറിയാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു സ്ട്രൈക്കോ കോപ്പിറൈറ്റോ ഒരു വാർണിംഗോ ഇല്ലാണ്ട് ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഈ മോണിറ്റൈസേഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു. അതായത് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് യൂട്യൂബ് എൻ്റെ ചാനൽ ഡിലീറ്റ് ആക്കിയത്. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു അവരുടെ വാദം. നന്നായിട്ട് വിഷമിച്ചു. നമ്മളൊരു മെയിൽ ഐ ഡി വെച്ച് ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനൊരു ടെർമിനേറ്റ് ആകും, യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാനൽ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. മെയിൽ ഐ ഡി ആയിട്ട് ഉണ്ടായിരുന്ന ചാനലില്ല, പിന്നെ ആ ഒരു മെയിൽ ഐ ഡി വെച്ച് നമുക്ക് വേറെ ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസ് റെഫർ ചെയ്തപ്പോഴത്തേക്ക് മെത്തേഡ് കിട്ടിയത്. ഒരു മെത്തേഡല്ല, 2 മെത്തേഡ് കിട്ടിയിട്ടുണ്ട്. നോർമലി എല്ലാവരും ഒരു മെത്തേഡിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഞാൻ ഇവിടെ 2 മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ആ മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കിട്ടി. നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എനിക്കുണ്ടായ ഈ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എങ്ങനെ എൻ്റെ ചാനൽ തിരിച്ചു കിട്ടി എന്ന കാര്യങ്ങളും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ക്രോമിൽ YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്ത് പോവുക. അതിൽ ബിഗിൻ റിവ്യൂ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, സ്റ്റാർട്ടപ്പിൽ കൊടുക്കുക, നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക. ഏത് മെയിൽ ഐ ഡിയിലാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ആ മെയിൽ ഐ ഡി കൊടുക്കുക. ഇവിടെ കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുക. നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുക. URL നിങ്ങൾക്ക് മെയിൽ വരും. ആ മെയിലിൽ ആ ലിങ്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബില്ല് കൊടുക്കണതിൻ്റെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ചാനൽ എന്തിൻ്റെ ബേസ്ഡാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പീൽ സബ്മിറ്റ് ആവും. സെക്കൻഡ് മെത്തേഡ്, നമ്മുടെ ചാനൽ പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരുമല്ലോ, ആ മെയിൽ ഓപ്പൺ ചെയ്യുക. ആ മെയിലിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് അപ്പീൽ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും. ആ അപ്പീൽ ഹിയർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോം ആയാലും ഗൂഗിൾ ആയാലും നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയിലാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ആ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചേക്കുക. അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫുൾ നെയിമാണ് ചോദിക്കുന്നത്, നമ്മുടെ ചാനൽ നെയിം കൊടുക്കണം. രണ്ടാമത് നമ്മുടെ ചാനൽ തുടങ്ങിയ മെയിൽ ഐ ഡി കൊടുക്കുക. ദെൻ വേറൊരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ URL കൊടുക്കുക. അത് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ സെയിം എക്സ്പ്ലനേഷനാണ്. ഇത്രയും ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ അപ്പീൽ അവിടെ സബ്മിറ്റ് ആകും. 2 ഡേയ്സിൽ യൂട്യൂബിൽ നിന്ന് റെസ്പോൺസ് കിട്ടണം. ഈ റിജക്റ്റ് ആയാൽ റീ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തിരിച്ച് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ ഉണ്ടാവും. ഞാൻ ഇവിടെ കൊടുക്കാം. ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാനൽ യൂട്യൂബ് പോളിസി വയലേറ്റ് ചെയ്തിട്ടില്ല, യൂട്യൂബിന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം പറഞ്ഞിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ മെയിൽ നിങ്ങൾക്ക് വരും. റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്യാതെ നമ്മൾ ചാനൽ പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞത് അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്ത് കാരണം കൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കാനുള്ള കാരണം എന്ന് നോക്കിയപ്പോഴാണ് ജസ്റ്റ് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് ഒന്ന് വായിച്ചു നോക്കിയപ്പോഴേ എനിക്കൊരു സംശയം വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാമോ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സഹായിക്കാമോ, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമോ, സപ്പോർട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞ് കുറച്ച് മെസ്സേജ് നമുക്ക് കമന്റിൽ കാണാൻ പറ്റും.
ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് അതൊരു സ്പാം മെസ്സേജ് ആയിട്ടാണ് യൂട്യൂബ് കണക്കാക്കുന്നതാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മെസ്സേജിന് റെസ്പോൺസ് ചെയ്യുമ്പോഴത്തേക്കും യൂട്യൂബ് അത് സ്പാം മെസ്സേജ് ആയിട്ട് കണക്കാക്കി നമ്മുടെ ചാനൽ ഡിലീറ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് മനസ്സിലാക്കിയ കാര്യം. അതിനായി ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് ബാക്കപ്പ് എടുത്ത് വെച്ചേക്കണം. കാരണം നമ്മളൊരു മെയിൽ ഐ ഡിയിൽ ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ടെർമിനേറ്റ് എങ്ങാനും നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോയാൽ നമുക്ക് ആ മെയിൽ ഐ ഡി വെച്ചിട്ട് വേറെ ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല. ആ മെയിൽ ഐ ഡി ഉള്ള ചാനൽസും ഡിലീറ്റ് ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു ചാനൽ വേറെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതും കൂടാതെ നമ്മൾ ഇട്ട വീഡിയോസിൻ്റെ എല്ലാം ഒരു ബാക്കപ്പ് വീഡിയോ എടുത്ത് വെച്ചേക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോയാൽ അതിനുശേഷം യൂസ് ചെയ്യാനുള്ള വീഡിയോസ് ആണ് ഇത്. ഇതുപോലെ ഒരു കാരണം ഉണ്ടായിട്ട് നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ ചാനൽ എന്തായാലും തിരിച്ചു കിട്ടും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.